വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയാത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. സ്നേഹമുള്ളവരെ, 2 മനോഭാവങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേരുകയാണ്. യൂദാസിൻ്റെ മനോഭാവവും ഈശോയുടെ മനോഭാവവും. ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? ഇതാണ് യൂദാസിൻ്റെ മനോഭാവം. ഞാൻ ഈശോയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അപ്പോൾ എനിക്കെന്ത് കിട്ടും എന്നുള്ള യൂദാസ് മനോഭാവം, ഇത് മനുഷ്യൻ്റെ സ്വാഭാവിക ചിന്തയാണ്. എന്നാൽ ഈശോയുടെ മനോഭാവം, എനിക്ക് നിനക്ക് എന്ത് ചെയ്തു തരാൻ കഴിയും എന്നുള്ളതാണ് ഈശോയുടെ മനോഭാവം. എനിക്ക് നിനക്ക് വേണ്ടി എന്ത് നൽകാൻ കഴിയും? യൂദാസിൻ്റെ മനോഭാവവും ഈശോയുടെ മനോഭാവവും തമ്മിലുള്ള ഉരസലാണ് ഇന്നത്തെ വചനഭാഗം. സ്നേഹമുള്ളവരെ, ഹാശാ ബുധൻ ഗൗരവമായ പെസഹ ദിനത്തിലേക്കും കഷ്ടാനുഭവത്തിലേക്കും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ 2 മനോഭാവങ്ങളുണ്ടോ? യൂദാസ് മനോഭാവവും ഈശോ മനോഭാവവും. യൂദാസിൻ്റെ മനോഭാവം എന്താണ്? എനിക്കെന്ത് കിട്ടും? സ്വാർത്ഥതയിൽ ലയിച്ചു പോയ ജീവിതം. ഈശോയുടെ മനോഭാവം, എനിക്കെന്ത് നൽകാൻ കഴിയുമെന്ന മനോഭാവം. സ്നേഹമുള്ളവരെ, ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം എന്നിലേക്ക് ചേർക്കുക എന്നുള്ള മനോഭാവത്തിൽ നിന്ന് അപരനിലേക്ക് പടരുക എന്ന മനോഭാവത്തിലേക്ക് വളരുക എന്നതാവണം സ്നേഹമുള്ളവരെ നോമ്പനുഭവം. ഈ പരിശുദ്ധ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുകയാണ്. യൂദാസിൽ നിന്ന് ഈശോയിലേക്ക് വളരാൻ, എന്നിൽ നിന്ന് എന്ന അനുഭവത്തിൽ നിന്നും അവരിലേക്ക് എന്ന അനുഭവത്തിലേക്കുള്ള വളർച്ചയുടെ പേരാവണം പരിശുദ്ധ നോമ്പ്. ആമേൻ.